യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 അധ്യായം, അതിന് 1 മുതൽ ചില വാക്യങ്ങൾ താഴോട്ട് വായിക്കാം. 61 അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 അധ്യായം, അതിൻ്റെ 1 മുതൽ ചില വേദഭാഗങ്ങൾ. നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർ എന്ന് നിങ്ങൾക്ക് പേരാകും. നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് അവകാശികളായി തീരും. ബൈബിളുള്ളവരെല്ലാം ബൈബിളിലേക്ക് ഒന്ന് നോക്കിയാട്ടെ, വാക്യത്തിലേക്ക് ഒന്ന് നോക്കിയേ. എല്ലാവരും ചേർന്ന വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും. ഒരുമിച്ചൊന്ന് ചേർന്ന് വായിച്ചേ. നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർ എന്ന് നിങ്ങൾക്ക് പേരാകും. ഹല്ലേലൂയ. ചേർന്നൊന്ന് പറഞ്ഞേ, ഞാൻ യഹോവയ്ക്ക് പുരോഹിതനാണ്. ചേർന്നൊന്ന് പറഞ്ഞാട്ടെ, ഞാൻ യഹോവയ്ക്ക് പുരോഹിതനാണ്, എൻ്റെ ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ്. നമുക്കറിയാം, യേശുക്രിസ്തു ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ താൻ സിനഗോഗിൽ ചെന്ന്, ആലയത്തിൽ ചെന്ന് യഹോവയുടെ ന്യായപ്രമാണം എടുത്ത് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം എടുത്ത് താൻ വായിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ആ ഭാഗം ഇതാണ്, യേശു പറഞ്ഞതാണ്. യേശു തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം എടുത്ത് വായിച്ചത് ഇങ്ങനെയാണ്: എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് യേശുവിൻ്റെ മേലുള്ളപ്പോൾ യേശു ചെയ്യുന്ന ആദ്യത്തെ കാര്യം എളിയവരോട് സദ്വർത്തമാനം അഥവാ സുവിശേഷം. യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നത് സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യേശു ആ സുവിശേഷം അറിയിച്ചതിൻ്റെ കാരണം യേശുവിൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ഉണ്ടായിരുന്നു. യഹോവയുടെ ആത്മാവ് യേശുവിൻ്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് യേശു സുവിശേഷ പ്രസംഗം നടത്തി. നമുക്കറിയാം, യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗം തന്നെ ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞ് താൻ സുവിശേഷം പ്രസംഗിച്ചു. യേശുവിന് മുൻപ് വന്ന യോഹന്നാനും അത് തന്നെയാണ് പ്രസംഗിച്ചത്. യോഹന്നാൻ്റെയും പ്രസംഗത്തിൻ്റെ വിഷയം ഒന്നായിരുന്നു. യേശു പ്രസംഗിച്ചത് തന്നെ ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. ഇനി യേശു കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ, സ്വർഗാരോഹണം ചെയ്ത് പോകുമ്പോൾ, കർത്താവ് എന്നെയും നിങ്ങളെയും ഒരു വലിയ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടാണ് പോയത്. എന്നെ നിങ്ങളെ ഒരു വലിയ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അത് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ, നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. പക്ഷേ കർത്താവ് ഒരു വലിയ ശുശ്രൂഷ എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിട്ടാണ് കടന്നുപോയത്. യേശു പുരോഹിതനായി നിന്നിട്ട് ഇപ്പം നമ്മളോട് പറയുക, ഇനി നിങ്ങളാ പുരോഹിതന്മാർ, ഇനി നിങ്ങളാ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർ. ഹല്ലേലൂയ. ആ ഭാഗം അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് വിശദീകരിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞോട്ടെ. യേശുവിൻ്റെ മേൽ ആത്മാവ് വന്നപ്പോൾ യേശു പ്രസംഗിച്ചത് എന്താ? ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. യേശു രക്ഷിക്കുന്നവനാണ്, വിടുവിക്കുന്നവനാണ്, യേശുവിലൂടെ മാത്രമേ ഉള്ളൂ രക്ഷ എന്ന കാര്യം യേശു പ്രസംഗിച്ചു. ഓക്കെ, ഇനി അതിന് താഴോട്ട് വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹൃദയം തകർന്നിരിക്കുന്നവരെ മുറികെട്ടുക. യേശുവിൻ്റെ കാലത്ത് ഹൃദയം തകർന്നവരുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഹൃദയം തകർന്നവരുണ്ടോ? നമ്മുടെ കാലത്ത് ഹൃദയം തകർന്നവരുണ്ടോ? ഉണ്ട്. ഇവർക്ക് മരുന്ന് എവിടെ കിട്ടും? ആശുപത്രി കിട്ടും അല്ലേ? അല്ല സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ മതി അല്ലേ? എല്ലാ ആശുപത്രിയിലും കയറി ഇറങ്ങിയിട്ടും ഇന്നും കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരെ നിങ്ങൾക്കറിയാമോ? ഡോക്ടർമാരുടെ അടുത്തെല്ലാം കയറി ഇറങ്ങി ആവശ്യത്തിന് പണം, അതിലും അധികം പൈസ ചെലവാക്കിയിട്ടും ഇന്നും രാത്രി കിടന്ന് ഉറങ്ങാൻ ബന്ധപ്പെടുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ടോ ഇല്ലയോ? കർത്താവ് പറയാ, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുക, അതോടൊപ്പം ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുക. ദേണ്ട താഴോട്ട് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നത് കൊണ്ട് ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുക, തടവുകാരെ സ്വതന്ത്രരായി വിട്ടയക്കുക, യഹോവയുടെ പ്രസാദവർഷം പ്രസംഗിക്കുക, ദുഃഖത്തിലിരിക്കുന്നവർക്ക് ആനന്ദമാല, അതുപോലെ വിഷണ്ണ മനസ്സിന് സ്തുതി, ഇതൊക്കെ പകർന്നു കൊടുക്കുക. ഇതിനുവേണ്ടിയൊക്കെ ഒരു വലിയ ദൗത്യം, ഞാൻ ചുരുക്കം ഇത്രയും പറയാം, ഒരു വലിയ ദൗത്യം യേശുവിൻ്റെ മേലുണ്ടായിരുന്നു. യേശുവിൻ്റെ മേലൊരു വലിയ ദൗത്യം ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ്? യേശുവിൻ്റെ മേൽ ആത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ട്, യഹോവയുടെ ആത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണമേ. എത്ര പേര് അഭിഷേകം പ്രാപിച്ചവരുണ്ട്? അക്കരവൊന്ന് കാണട്ടെ. യേശുവിൻ്റെ മേൽ ആത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ട് യേശു ഈ തരത്തിലുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്തു. ഇനി ഞാൻ ചോദിക്കട്ടെ, ദൈവം നമുക്ക് എന്തിനാ ആത്മാവിനെ തന്നത്? കർത്താവ് തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നത് യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ എന്തു ചെയ്തോ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എത്ര പേര് അതിനെ തിരിച്ചറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്ന് പകൽ അത് ആത്മാവിൽ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ സ്തോത്രം ചെയ്ത് തുടങ്ങിക്കോ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന പകലാണ്.
ഇന്ന് പകൽ ചിലരെ കർത്താവ് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ആത്മമണ്ഡലത്തിൽ ചിലരെ കൈപിടിച്ച് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു തുടങ്ങട്ടെ. ഇതുവരെ ജീവിതത്തിൽ നടന്നതിനെക്കുറിച്ചോ നടക്കാത്തതിനെക്കുറിച്ചോ സംഭവിക്കാത്തതിനെക്കുറിച്ചോ സംഭവിച്ചതിനെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും പരാതി പറയുകയോ സങ്കടപ്പെട്ടിരിക്കുകയോ വേണ്ട. എല്ലാം പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഒന്ന് മായ്ച്ചു കളഞ്ഞ്, എല്ലാം ഒന്ന് മറന്നു കളഞ്ഞ് ഒരു പുതിയ തുടക്കത്തിലേക്ക് ദൈവാത്മാവ് ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഒരു പുതിയത് ദൈവം മനസ്സ് തകർന്നിരിക്കുന്നവരെ മുറിവ് കെട്ടാൻ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുകയാണെങ്കിൽ ആദ്യം ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരുടെ ഹൃദയത്തിലെ മുറിവുകൾ ഉണങ്ങട്ടെ. ഇതിനകത്തിരിക്കുന്നവരുടെ ഹൃദയം, തകർന്നിരിക്കുന്ന ഹൃദയങ്ങൾ ഇന്ന് പകൽ ആത്മസാന്നിധ്യത്തിൽ ഉണങ്ങട്ടെ. ഹൃദയം തകർന്ന് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് മറ്റുള്ളവരുടെ പ്രതികാരങ്ങളുണ്ടായി മറ്റുള്ളവരുടെ രീതികൾ കണ്ട് മനസ്സ് തകർന്നിരിക്കുന്ന, മറ്റുള്ളവരുടെ പ്രതികരണം കണ്ട് മനസ്സ് ഉടഞ്ഞ് തകർന്നിരിക്കുന്നവരെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കുകയാണ്. ഹല്ലേലൂയ. അധരം ഒന്ന് തുറന്ന് പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തുതി എന്ന മേലാട ഇന്ന് പകൽ ദൈവമാവ് തരികയാണ്. ഇതുവരെ ദുഃഖത്തിലും വെണ്ണീരിലുമാണ് ഇരുന്നതെങ്കിൽ ഇന്ന് പകൽ സ്തുതിയുടെ മേലാട. വായെന്ന് തുറക്കാമോ? സ്തുതിയുടെ മേലാട ദൈവമാവ് തരാൻ പോകുകയാ. ഓ ഹല്ലേലൂയ. ചിലരുടെ മനസ്സിന്റെ വിഷമം, ഹൃദയത്തെ ഭരിച്ചിരിക്കുന്ന ആ നിരാശയുടെ ആത്മാവിനെ ഇന്ന് പകൽ ദൈവാത്മാവ് തകർക്കാൻ പോകുകയാ. അത്തരം തുറന്നു കർത്താവിനെ സ്തുതിച്ച സ്തുതിയുടെ മേലാട, സ്തുതി എന്ന മേലാട ഇന്ന് പകൽ ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് പകരാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് വന്നാൽ എന്തോ ഉണ്ടാവണം? കർത്താവിനെ പ്രസംഗിക്കണം. ഹൃദയം തകർന്നിരിക്കുന്നവരുടെ മുറിവുകൾ ഉണങ്ങണം. ആമേൻ. വിഷണ്ണ മനസ്സായിട്ടിരിക്കുന്നവരുടെ വിഷണ്ണതയ്ക്ക് പകരം വിഷാദത്തിലിരിക്കുന്നവൻ എന്തോ പറയുന്നത്? ഒരുത്തൻ വിഷാദത്തിലിരിക്കുക, സങ്കടത്തിലിരിക്കുകയാണെന്ന് വിചാരിച്ചു. ഇവൻ്റെ വായിൽ നിന്ന് വരുന്നത് എന്തുമായിരിക്കും? ആദ്യം വരുന്നത് ദീർഘശ്വാസമായിരിക്കും അല്ലേ? നെടുവേർപ്പെട്ട് അത് ആരാധനയ്ക്കിരുന്നാലും ഇത് തന്നെയായിരിക്കും വരുന്നത്. അത് എവിടെ ഇരിക്കുന്നതെന്നൊന്നുമില്ല, എവിടെ ഇരുന്നാലും പുള്ളിക്ക് ദീർഘശ്വാസമേ വരത്തുള്ളൂ. കാരണം ഈ അകത്ത് കിടക്കുന്ന സങ്കടങ്ങളൊക്കെ ദീർഘശ്വാസമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കും. അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ ഇവൻ പറയുന്ന വാക്കുകളൊക്കെ നിരാശയുടെ വാക്കുകളായിരിക്കും. നടന്നതും നടക്കാത്തതും കേട്ടത് ഇതെല്ലാം മനസ്സിൽ ഭയങ്കര മുറിവുകൾ ഉണ്ടാക്കിയിരിക്കുക. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ഒരുത്തൻ്റെ മേൽ വന്നാൽ നീ ഇറങ്ങിച്ചെല്ലുന്ന ഇടങ്ങളിൽ വ്യക്തികൾ ഹൃദയത്തിൽ സൗഖ്യം പ്രാപിക്കും. ജീസസ് ഇന്ന് പകൽ ഈ ദേശത്തിന് മേൽ അങ്ങനെ ഒരു സൗഖ്യം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാമോ? നിങ്ങളെ അങ്ങനെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന്? ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ അവർക്ക് ശിഷ്യന്മാരുടെ നാവ് കൊടുത്തിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഹൃദയം തകർന്നിരിക്കുന്നവരെ താങ്ങേണ്ടതിന് അറിയുവാൻ. മറ്റുള്ളവരെ ഹൃദയം തകർന്നിരിക്കുന്നവരെ താങ്ങേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ ഞാനിവന് ശിഷ്യൻ്റെ നാവ് കൊടുത്തിരിക്കുക. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ശിഷ്യന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മുതൽ നിങ്ങൾ തകർക്കുന്നവരല്ല, നിങ്ങൾ പണിയുന്നവരാണ്. ഇനി മുതൽ നിങ്ങൾ ആരെയും ഉടയ്ക്കുന്നവരല്ല, നിങ്ങളിനി ആളുകളെ കൂട്ടിച്ചേർക്കുന്നവരാ, വാക്കുകൾ കൊണ്ട് താങ്ങാൻ അറിയുന്നവരായി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. അങ്ങനെ എഴുന്നേക്കാൻ താല്പര്യമുണ്ടോ? എഴുന്നേക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങളുടെ വാക്കുകൊണ്ട് ദൈവത്തിനെ പണിയാൻ പോകാം. എൻ്റെ താഴോട്ട് വരുമ്പോൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ യഹോവയ്ക്ക് പുരോഹിതന്മാരാ. ആ ചങ്കത്ത് കൈവച്ചിട്ട് പറഞ്ഞ, ഞാൻ യഹോവയ്ക്ക് പുരോഹിതനാ, ഞാൻ ദൈവത്തിൻ്റെ ശുശ്രൂഷകനാ. അങ്ങനെ നിരുന്നേ ഇങ്ങനെ കുഴഞ്ഞു പാടി, അയ്യോ ഇതുവരെ ചെയ്തതൊന്നും നടന്നില്ല, ഇനിയോട്ട് നടക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കാതെ ഒന്ന് നേരെ ഇരുന്നേ. പറഞ്ഞേ, ഇന്ന് തൊട്ട് ഞാൻ യഹോവയ്ക്ക് പുരോഹിതനാ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, മനസ്സിലാക്കിക്കൊണ്ടെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞേ, ഞാൻ യഹോവയ്ക്ക് പുരോഹിതനാ, ഞാൻ യഹോവയ്ക്ക് പുരോഹിതനാ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ശുശ്രൂഷകനാ. പ്രൈസ് ഗോഡ്. അപ്പോൾ യേശുവിൻ്റെ മേൽ ആത്മാവ് വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടന്നു. ഓക്കെ. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് എല്ലാവർക്കും കാണാപ്പാടെ അറിയാവുന്ന വാക്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. യേശുവിൻ്റെ മേൽ ആത്മാവ് വന്നപ്പോൾ യേശു എന്താ ചെയ്തു? യേശു ദൈവരാജ്യം പ്രസംഗിച്ചു, യേശു സാക്ഷിയായി. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി യേശുവിലൂടെ വെളിപ്പെട്ടു. ഇനി നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ കർത്താവ് പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. ഞാൻ ഈ കാര്യത്തെ ഒന്ന് വിശദീകരിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് ആ കാര്യം ഒന്ന് വിശദീകരിച്ച് പറയാൻ പോവാം. ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുള്ള പ്രസംഗങ്ങൾ അതെന്തുമായിരുന്നു, എങ്ങനെയായിരുന്നു വിട്ടേക്കുക. ഇന്ന് പകൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ വചനം നിങ്ങളെ ജീവിതത്തിൽ പണിയാൻ പോകും. ഇന്ന് നിങ്ങൾ ഇവിടുന്ന് എഴുന്നേൽക്കുന്നത് ഇവിടെ വന്നിരുന്ന വ്യക്തിയെ പോലല്ല, ഒരു വ്യത്യസ്തമായ വ്യക്തിയെ പോലെ ദൈവാത്മാവ് ഇവിടുന്ന് എഴുന്നേൽപ്പിക്കാൻ പോവാം. ഞാനിത് ആവേശം കൊണ്ട് പറയല്ല, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ പോവാം. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് അത് ചെയ്യാൻ പോകുക. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്?
വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ ഇവിടെ ഇരുന്നു, ഇത് കേട്ടോ. ഇന്ന് ഈ ആരാധന തീരുന്നതിന് മുൻപ് ദൈവാത്മാവ് നിങ്ങളെ സ്പർശിക്കും, ദൈവാത്മാവ് നിങ്ങളെ തൊടും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ച്, അപ്പോസ്തല പ്രവൃത്തി ആധാരമാക്കി ചില ദൈവ പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഞാൻ ഈ വാക്യം വായിച്ചതിൻ്റെ കാര്യം ഞാൻ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ അപ്പോസ്തല പ്രവൃത്തിയിലോട്ട് പോവുക. ഇത് വായിക്കാനുള്ള കാരണം, ഇത് തുടങ്ങുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി തുടങ്ങുന്നത് അവിടെയാണ്. എവിടെയാ? യേശുവിൻ പഴയ നിയമത്തിലാണ് തുടങ്ങുന്നത്. ഓക്കെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് അധികം കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ചില പ്രവൃത്തികളെക്കുറിച്ച് വേഗത്തിൽ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. കേൾക്കാൻ സന്തോഷമുണ്ടോ? എന്നിട്ട് ഇന്നു മുതൽ എല്ലാവരുടെ മേലെ ആത്മാവുണ്ടല്ലോ. ആത്മാവില്ലാത്തവരൊക്കെ ഇന്ന് പകൽ ആത്മാവിനെ പ്രാപിച്ചോണം. ആത്മാവില്ലാത്തവരൊക്കെ ഇന്ന് പകൽ പ്രാപിക്കുന്ന പകലാണ്. കുഞ്ഞുങ്ങൾ എത്ര പേര് അഭിഷേകം പ്രാപിച്ചവരുണ്ട്? അഭിഷേകം പ്രാപിച്ചോ? ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ ഇന്ന് പകൽ അഭിഷേകം പ്രാപിച്ചോ. ഇന്ന് പകൽ ഒരു വലിയ ദൈവ പ്രവൃത്തിയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ ആത്മാവിനെ പകർന്നു കൊടുത്തു. ഈ ആത്മാവ് തൻ്റെ ശിഷ്യന്മാരുടെ മേൽ വന്നപ്പോൾ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവാം. അങ്ങനെ അവരുടെ ലൈഫിൽ നടന്ന പ്രവൃത്തികൾ, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അസാധാരണമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നു. അങ്ങനെയാണെങ്കിൽ അതേ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുള്ളത്, അതേ ബൈബിളാണ് നമ്മളും വായിക്കുന്നത്. അങ്ങനെയാണ് ചില ദൈവ പ്രവൃത്തികൾ. എത്ര പേര് കേട്ടിട്ടുണ്ടോ? ഫിജി എന്ന് പറയുന്നൊരു ഐലൻഡുണ്ട്. ഓക്കെ, ഓസ്ട്രേലിയയുടെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. ഓസ്ട്രേലിയയുടെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. ഈ ഐലൻഡിൽ കുറേ വർഷങ്ങളായി, ഈ 2002 വരെ, 2002, 2003 കാലഘട്ടം വരെ ആ ഐലൻഡിൽ ഒരു പച്ചക്കറി നട്ട ഉണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഒരുവൻ്റെ മേൽ വെളിപ്പെട്ടാൽ, ഒരു ദേശത്ത് വെളിപ്പെട്ടാൽ എത്രമാത്രം അതിന് വ്യാപ്തി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിച്ചു കേട്ടു. ആ ദേശത്ത് അന്നുവരെ, ഫിജി ഐലൻഡിൽ അന്നുവരെ പച്ചക്കറി നട്ട ഉണ്ടാകത്തില്ല. അവിടെ ഒരു നദിയുണ്ട്. ആ നദിക്കകത്തൊരു പ്രാണി പോലും ഇല്ല, ഒരു പുല്ല് പോലും അതിനകത്ത് കിളുക്കത്തില്ല. അത്രയ്ക്ക് ശപിക്കപ്പെട്ട ഒരു ദേശം ശപിക്കപ്പെട്ടു. നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഒരു ദേശം അതുപോലെ ശപിക്കപ്പെട്ടു. സ്ത്രീകൾ ഗർഭിണിയാകുന്നില്ല, ഗർഭിണിയായാൽ അലസിപ്പോവുക. സന്തതികൾ മുഴുവൻ മയക്കുമരുന്നിന് അടിമകളായി. സഭകളിലൊന്നും ഉണർവില്ല, ആളുകളില്ല. ദേശത്ത് ക്രിമിനൽസ് വർദ്ധിച്ചു. ഒരു ദേശം ഇങ്ങനെ ശപിക്കപ്പെടാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കും. അത്രയേറെ അധപ്പതിച്ചു. സമുദ്രത്തിൽ വലയിട്ട മീനെ പോലും കിട്ടത്തില്ല. അങ്ങനെയൊക്കെ ഒരു ദേശം ശപിക്കപ്പെടുമോ? അന്തരീക്ഷം പോലും, വായു പോലും മലിനമായി കിടക്കുന്നു. സഭകളിൽ പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ഒന്നുമില്ല. ആകെപ്പാടെ ദേശം ശപിക്കപ്പെട്ടു. 2002 കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്ക് കുറേ ദൈവദാസന്മാർ, ദൈവസഭ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ദേശം ഇങ്ങനെ ശപിക്കപ്പെട്ട് കിടക്കുന്നത്? നിങ്ങൾക്കറിയാമോ, ഒരു വ്യക്തി ഉയരുന്നില്ലെങ്കിൽ, ഒരു ദേശം ശപിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണം നിശ്ചയമായിട്ടും ഉണ്ടാവും. അതിന് പരിഹാരത്തിന് വേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തോട് ചോദിക്കണം, എന്ത് കാരണമായത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ദൈവത്തിന് കാരണം വെളിപ്പെടുത്തി തരും. ഈ ദൈവദാസന്മാർ, ദൈവമക്കൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അവർ ദേശത്ത് എന്തോ ദൈവത്തിൻ്റെ ഒരു സമയമായി കാണുമായിരിക്കാം, ദേശത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്തരീക്ഷം വരെ മലിനമായി കിടക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ? പച്ചക്കറി നട്ടാൽ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞാൽ എന്തോ ശാപം അത്. വളക്കുറവ് കൊണ്ട് ഉണ്ടാകാതിരിക്കുന്നത് വേറൊരു വശം, എന്ത് നട്ടാലും ഉണ്ടാകത്തില്ല. നദിക്കകത്ത് പ്രാണിയില്ലെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ്. അങ്ങനെ ശപിക്കപ്പെട്ടു പോയൊരു ദേശം. ഇവരൊരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ചിലരോട് ദൈവാത്മാവ് സംസാരിക്കാൻ തുടങ്ങി. ദൈവാത്മാവ് സംസാരിച്ചു. ദൈവാത്മാവ് ആലോചന പറഞ്ഞു കൊടുത്തു. ദൈവാത്മാവ് പറഞ്ഞു, സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഈ ദേശം ഇങ്ങനെ ശപിക്കപ്പെട്ടത്? എനിക്ക് തോന്നുന്നു 1800-കളിലോ മറ്റോ അമേരിക്കയിൽ നിന്നൊരു ദൈവദാസൻ ആ മണ്ണിൽ ചെന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ആ മണ്ണിൽ, ആ ദേശത്ത് രണ്ട് ചേരികൾ തമ്മിൽ എന്ന് പറഞ്ഞാൽ ആദിവാസി ഗ്രൂപ്പുകളുണ്ട്. ഈ ആദിവാസികൾ ഗ്രൂപ്പുകൾ തമ്മിൽ അടിയുണ്ടാക്കും. ഇവർ തമ്മിൽ അടിയുണ്ടാക്കിയിട്ട് തോറ്റു പോകുന്ന പുള്ളികളെ പിടിച്ചിട്ട് കഷ്ണമായി നുറുക്കിയിട്ട് ജയിച്ച പുള്ളികളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കും. അവർ കറി വെച്ച് കഴിക്കും. അത്രയ്ക്ക് അധപ്പതിച്ചൊരു ദേശം. അവരുടെ മൂപ്പന്മാരുടെ തലേ തൊടാൻ പാടില്ല, തൊട്ടാൽ അവനെ അന്ന് കണ്ടിച്ചിരിക്കും. അത്രയ്ക്ക് നികൃഷ്ടന്മാരും ക്രൂരന്മാരും ജീവിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഫിജി ഐലൻഡ്. ഒരു ദൈവദാസൻ അവിടെ സുവിശേഷം പറയാൻ ചെന്നു. എന്തോ അബദ്ധവശാൽ ആ ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന 7 പേര്, അവരൊരുമിച്ച് സുവിശേഷ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എങ്ങനെയോ മൂപ്പൻ്റെ തലേ തൊട്ടു. ആ ദൈവദാസനെ പച്ചയ്ക്ക് അവർ കണ്ടിച്ചു. കഷ്ണമായി നുറുക്കി അവരുടെ വീടുകളിൽ കറി വെച്ച് കൊടുത്തു. കൂട്ടത്തിലുണ്ടായിരുന്ന ദൈവദാസന്മാരെ മുഴുവൻ കൊന്നു കളഞ്ഞു. എന്തിനേറെ പറയുന്നു, ആ ദൈവദാസൻ്റെ ഷൂ ഉൾപ്പെടെ അവർ വെള്ളത്തിലിട്ട് പുഴുങ്ങി. നികൃഷ്ടമായി. കാലം കഴിഞ്ഞു പോയി. ആൾക്കാരെല്ലാം ഇത് മറന്നുപോയി. കുറച്ചു കാലം കഴിഞ്ഞു. പക്ഷേ സ്വർഗത്തിലെ ദൈവം അത് മറന്നില്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അതുണ്ടായിരുന്നു. അന്ന് തൊട്ട് ദേശം ശപിക്കപ്പെടാൻ തുടങ്ങി.
അന്ന് തൊട്ട് ദേശം ശപിക്കപ്പെടാൻ തുടങ്ങി. ദേശത്ത് പച്ചക്കറി ഉണ്ടാകുന്നില്ല, മീൻ വളരുന്നില്ല, സമുദ്രത്തിനകത്ത് സമുദ്രത്തിൽ എന്തുമാത്രം മീനുള്ളതാ, അവിടെ വലയിട്ട മീൻ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഈ ദേശം ശപിക്കപ്പെട്ടു. അന്ന് ദൈവാത്മാവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവാത്മാവർക്ക് പറഞ്ഞു കൊടുത്തു എന്തുകൊണ്ടാണ് ഈ ദേശം ഇങ്ങനെ ശപിക്കപ്പെട്ടിരിക്കുന്നത്. അവർ ദേശത്ത് പ്രാർത്ഥന വിളിച്ചു കൂട്ടി, ഒരുമിച്ച് സഭയെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവത്തോട് ക്ഷമ പറയാൻ തുടങ്ങി. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ലീഡർഷിപ്പിലിരുന്നയാൾ, അവരുടെ പ്രസിഡൻറ്റും അവരുടെ മുഖ്യമന്ത്രിയും അവരുടെ പ്രധാനമന്ത്രിയും അവർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൂടി ഒന്നിച്ച് ആദ്യം പറഞ്ഞ കാര്യം, അവരുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഏറ്റു പറഞ്ഞു, ഞാൻ എൻ്റെ കർത്താവിനെ, യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ്, ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവരൊരുമിച്ച് കർത്താവിനെ ഏറ്റു പറഞ്ഞു. രാജ്യത്തുള്ള ജനം മുഴുവൻ കഴിയുന്നത്ര കുറേ ആളുകൾ ഒരുമിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അവർ അന്ന് ദൈവത്തോട് പാപക്ഷമ നടത്തി പ്രാർത്ഥിച്ചു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർക്ക് ആത്മപ്രേരണ കിട്ടി. അവർ തോമസ് ബേക്കർ എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ് ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് പോയത്. ആ മനുഷ്യനാണ് ഇവർ കൊന്നു കളഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കുറേ തലമുറകൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇവരെന്ത് ചെയ്തു, ഒഫീഷ്യലി ഗവൺമെൻറ് അവർക്ക് കത്തെഴുതി. ഗവൺമെൻറ് കത്തെഴുതി അവരെ ഒഫീഷ്യലി വിളിച്ചു വരുത്തി ദേശത്ത്. എന്നിട്ട് 10,000 പേര് കൂടുന്നൊരു വലിയ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ആ മീറ്റിങ്ങിൽ ഈ ദൈവദാസന്മാർ ഇവരുടെ തലമുറകളെ, അവരുടെ ടീമിനെ എല്ലാവരെയും നിർത്തി. ഈ 10,000 പേര് ഒരുമിച്ച് വന്ന് ഈ ദൈവദാസന്മാരോട് കൈകൂപ്പി ക്ഷമ ചോദിച്ചു. ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് കേൾക്കണം എന്താ സംഭവിച്ചതെന്ന്. അവർ ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിച്ചത് ഉച്ചയ്ക്കോ മറ്റോ ആണ്. അന്ന് സന്ധ്യയായപ്പം അന്തരീക്ഷം തെളിഞ്ഞു. അന്തരീക്ഷത്തിനകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നവർക്ക് കാണാൻ തുടങ്ങി. പിറ്റേ ദിവസം അവർ വലയിട്ടപ്പോൾ ഇതുവരെ ഈ തീരത്തേക്ക് വരാത്ത മീനൊക്കെ തീരപ്രദേശത്തേക്ക് വരാൻ തുടങ്ങി. ഹല്ലേലൂയ. അവർ പറഞ്ഞു, കഴിഞ്ഞ 50 വർഷമായിട്ട് ഞങ്ങൾ ഇത്തരം മീനെ കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത മീൻ ഈ തീരത്തേക്ക് വരാൻ തുടങ്ങി. ഉണർവ് വന്നാൽ ശരീരത്ത് മാത്രമല്ല ഉണർവ് വരുന്നത്, ഉണർവ് വന്ന മണ്ണിനകത്ത് അവർ കൃഷി ചെയ്തപ്പോൾ കൃഷി ഉണ്ടാകാൻ തുടങ്ങി. കൃഷിക്കകത്ത് വലിയ പച്ചക്കറി ഉണ്ടാകാൻ തുടങ്ങി. വലിപ്പം ഒരു വളവും ഇടാതെ വലിപ്പമുള്ള പച്ചക്കറി ഉണ്ടാകാൻ തുടങ്ങി. ദേശത്ത് ക്രിമിനൽ മെന്റാലിറ്റി ആളുകളുടെ അകത്തുനിന്ന് മാറി ജനം മാനസാന്തരപ്പെടാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, തലമുറ ഉണ്ടാകാൻ തുടങ്ങി. ദേശത്ത് അസാധാരണമായ മാറ്റം. പ്രൈസ് ഗോഡ്. എത്ര പേര് പ്രതീക്ഷിക്കുന്നു ഭാരതത്തിനകത്ത് ഇങ്ങനെ ഒരു ഉണർവുണ്ടാകട്ടെ, ഭാരതത്തിനകത്ത് ഇങ്ങനെ ഒരു ഉണർവുണ്ടാകാൻ? ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇത്രയും ദൈവ സാന്നിധ്യം എൻ്റെ വീട്ടിലിറങ്ങി എന്തായിരിക്കും അവസ്ഥ? ഈ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിലിറങ്ങി എന്തായിരിക്കും അവസ്ഥ? ഈ സാന്നിധ്യം ഈ പട്ടണത്തിൽ, ചേറ്റുകുഴി പട്ടണത്തിൽ വെളിപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ ദേശത്തിൻ്റെ സ്ഥിതി മാറും, ദേശത്തിന്റെ സ്ഥിതി മാറും. മനസ്സ് മടുത്തിരിക്കുന്ന ദൈവജനമേ, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാ, മനസ്സ് മടിക്കരുത്, മുട്ടിന്മേൽ നിന്നോ. ദൈവത്തിന്റെ ഉണർവിനെ ദൈവം തക്ക സമയത്ത് അയക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പകൽ പറഞ്ഞത്, ചിലതിനെ ദൈവം ഇന്ന് പകൽ എഴുന്നേൽപ്പിക്കുമ്പോൾ പകലായത്, ചിലതിനെ ദൈവം ഉയർത്തുന്ന പകലായത്. മരിച്ചെന്ന് പറഞ്ഞതിനെ, ഇല്ലെന്ന് പറഞ്ഞതിനെ, തീർന്നുപോയെന്ന് പറഞ്ഞതിനെ അവിടെ ഒന്ന് ഉയർപ്പിക്കാൻ കഴിയും. ഒരു ഉയരത്തിലെ ശക്തി ഇന്ന് പകൽ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഫിജി ഐലൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് അടിച്ചു നോക്കിയാൽ മതി, യൂട്യൂബിൽ കിടപ്പുണ്ട് ഇഷ്ടം പോലെ വീഡിയോ. ഞാൻ പറഞ്ഞ കാര്യമല്ല ഇത്, അവിടുത്തെ മിനിസ്റ്റേഴ്സ് പറഞ്ഞ കാര്യമാണ് അത്. ഹല്ലേലൂയ. പിന്നീട് അവരുടെ ക്യാബിനറ്റുകൾ, അവരുടെ പാർലമെൻറ്റ് കൂടുമ്പോൾ പ്രാർത്ഥിച്ച് അവരുടെ പാർലമെൻറ്റ് കൂടാൻ തുടങ്ങി. കാരണം പ്രസിഡന്റ് ഉൾപ്പെടെ അവരുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാവരും വിശ്വാസികളാകാൻ തുടങ്ങി ലോകത്ത്. അതിനുശേഷം അന്ന് വരെ 2002 വരെ ഈ ഫിജി ഐലൻഡ് ലോകവ്യാപകമായി നടക്കുന്ന ഒരു സ്പോർട്സിന് അവരുടെ പേരില്ലായിരുന്നു. എൻ്റെ ദേശത്ത് കർത്താവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ആ പ്രവൃത്തി എൻ്റെ ദേശത്ത് അങ്ങനെ നയിക്കാൻ ആ കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ, ആ കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ, സ്വർഗത്തിലേക്കൊന്ന് നോക്കിക്കേ, സ്വർഗത്തിലേക്ക് നോക്കിക്കേ. കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, അങ്ങനെ ഒരു ഫിജി ഐലൻഡിൽ നടന്ന പോലെ ഒരു വലിയ ദൈവ പ്രവൃത്തി എൻ്റെ രാജ്യത്ത് സംഭവിക്കട്ടെ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇത് ഫിജി ഐലൻഡിൽ മാത്രമല്ല നടന്നത്. ഗോട്ടിമാല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? സൗത്ത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഏലക്ക ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു രാജ്യമാണ് ഗോട്ടിമാല. ജീസസ്, നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കണം. അവിടെ ഒരു ഉണർവുണ്ടായി. ഇതുപോലെ ദൈവജനവും ദൈവസഭയും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഭാ വ്യത്യാസമില്ലാതെ ആൾക്കാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ദേശത്ത് മണ്ണിന്മേൽ സൗഖ്യം അയച്ചു. മണ്ണിന്മേൽ സൗഖ്യം അയച്ചു. മണ്ണിനകത്ത് പച്ചക്കറിയൊക്കെ, ഓരോ ക്യാരറ്റൊക്കെ ഇത്രയും വലിപ്പമുണ്ട്. ഒരു ക്യാരറ്റൊക്കെ ഇത്രയും വലിപ്പമുണ്ട്. നിങ്ങൾ വീഡിയോ ഒക്കെ ഒരു മനുഷ്യൻ്റെ കയ്യിലൊക്കെ വെച്ച് നോക്കിയാൽ ഇത്രയും വണ്ണമുണ്ട്. ഒരു വളവും ഇടാതെ പച്ചക്കറിയൊക്കെ പച്ചക്കറി ഭൂമിയൊക്കെ അതിൻ്റെ ഫുൾ വിളവ് തരാൻ തുടങ്ങി. ഓ മൈ ഗുഡ്നസ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ ഉണർവ് നമ്മുടെ പിള്ളേരുടെ തലമണ്ടേ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ തലമണ്ടേ വന്നായിരിക്കും എന്തായിരിക്കും അവസ്ഥ? ചേറ്റുകുഴി പട്ടണത്തിൽ നമ്മുടെ പറമ്പിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങിയാൽ, ഓ ജീസസ്, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ.
ഹല്ലേലൂയ. മരിച്ച് മരവിച്ച ഒരു തലമുറയല്ല, ഉണർവിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയെ ഇന്ന് പകൽ ദൈവാത്മാവ് ഇതിനകത്ത് നോക്കുകയോ, ദൈവാത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് ചിലരെ തിരയുകയോ. പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള, രാത്രിയാമങ്ങളിൽ മുട്ടുമേൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു തലമുറയെ ദൈവം അന്വേഷിക്കുക. പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഉണർവിനെ ദൈവം അയക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇങ്ങനങ്ങ് പറഞ്ഞു പോയാൽ വൈകിട്ട് വരവിടുന്നെന്ന് ഞാൻ പറയും. അതുപോലെ അനുഭവങ്ങൾ കിടപ്പുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിച്ചാൽ, പോൾ യോങ്കിച്ചോ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിച്ചതാണ് ബുദ്ധിസ്റ്റ് രാഷ്ട്രമായിരുന്ന ഒരു രാജ്യത്തെ, സൗത്ത് കൊറിയ എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് രാഷ്ട്രം, ബുദ്ധനെ ആരാധിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രം മുഴുവൻ ക്രിസ്തീയ രാഷ്ട്രമായി മാറി. ആരാ? ഒറ്റ വ്യക്തി. ഒറ്റ വ്യക്തി. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? ഇതുവരെ നടന്നില്ലോ, ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. മറന്നുകള. ഇന്ന് തൊട്ടൊന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാമോ? ദൈവാത്മാവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ദൈവാത്മാവ് ചിലത് ദേശത്ത് ചെയ്യാൻ പോവുക. ദൈവത്തിൻ്റെ ആത്മാവ് ചിലരെ ദൈവാത്മാവ് ഇന്ന് പോലെ നിയന്ത്രിക്കാൻ പോവുക. ഇന്ന് വരെ നിന്റെ ബുദ്ധിയാണ് നിന്നെ നിയന്ത്രിച്ചതെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ നിയന്ത്രിക്കട്ടെ. ഇന്ന് പകൽ മുതൽ പരിശുദ്ധാത്മാവ് ഹൃദയം തുറന്നൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. ആ കരങ്ങൾ തട്ടിയൊന്ന് കർത്താവിനെ ആരാധിച്ചേ. കരങ്ങൾ ചേർത്തടിച്ച് 40 നിമിഷം ഒന്ന് ആരാധിച്ചേ യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ എല്ലാ മന്ദതയും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഈ സഭയെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കട്ടെ. ആത്മമണ്ഡലം ഈ സഭയ്ക്ക് വേണ്ടി ഇന്ന് പകൽ, ആത്മമണ്ഡലം ഈ സഭയ്ക്ക് വേണ്ടി ഇന്ന് പകൽ തുറക്കപ്പെടട്ടെ. ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് ചിലരെ ഇന്ന് പകൽ നിയന്ത്രിക്കാൻ ആരംഭിക്കുന്ന പകലാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്ന പകലാ. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഏറ്റെടുക്കാൻ പോകുകയാ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരോട് ഓർപ്പിക്കുക, നിങ്ങളുടെ മനസ്സ് മടുത്തു പോകരുത്. വചനം പറയുന്നു, ആത്മാവിൽ എരിവുള്ളവരായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ, ആത്മാവിൽ ചേർന്നെന്ന് പറഞ്ഞ ആത്മാവിൽ എരിവുള്ളവരായി. കുറേ വർഷങ്ങൾക്ക് മുൻപ് ജീസസ് ഇന്ന് പകൽ പരിശുദ്ധമായി ചില ചെയ്യാൻ പോകാനത്. ആമേൻ. കുറേ വർഷങ്ങൾക്ക് മുൻപ് കുറേ ദൈവദാസന്മാർ, ലോക രാജ്യങ്ങളിൽ ദൈവത്താൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന കുറേ ദൈവദാസന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇനി ഭൂമിയിൽ എന്തുവാ കർത്താവ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ദൈവത്തോട് ചോദിച്ചു. ദൈവാത്മാവ് അവർക്ക് പറഞ്ഞു കൊടുത്തു, ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉണർവാക്കാൻ പോവാ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ റെയ്നാഡ് ബോഗെ എന്ന് പറയുന്ന ദൈവദാസനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആഫ്രിക്കയിൽ 79 മില്യൺ, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 79 × 10 ലക്ഷം കൂട്ടി നോക്കിയോ. അത്രയും ജനം, 79 മില്യൺ ആൾക്കാരെ രക്ഷയിലേക്ക് ഒറ്റ മനുഷ്യൻ നയിച്ചു. ഒറ്റ മനുഷ്യൻ, ഒരാളുടെ കാര്യമാണ് ഈ പറയുന്നത്. ഓ ജീസസ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ദൈവദാസന്മാർ വീണ്ടും ഇരുന്ന് പ്രാർത്ഥിച്ചു. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കുറേ ദൈവദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്തുവാ ഇനി നീ ഭൂമി ചെയ്യാൻ പോകുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ സൗത്ത് കൊറിയ തൊടാൻ പോവാ. സൗത്ത് കൊറിയയിൽ ഞാൻ ഒരു ഉണർവിനെ അയക്കാൻ പോവാ. ശ്രദ്ധിച്ച് കേട്ടോണേ, ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് കേട്ടോണേ. കഥ പറയുകയല്ല, നടന്ന കാര്യം പറയാം. പ്രൈസ് ദി ലോർഡ്. സൗത്ത് കൊറിയ ഞാൻ തൊടാൻ പോവാ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പോൾ യോങ്കിച്ചോ, ഡേവിഡ് യോങ്കിച്ചോ എന്ന് പറയുന്ന ദൈവദാസനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ബുദ്ധിസ്റ്റ് രാഷ്ട്രത്തെ ദൈവം ക്രിസ്തീയ രാഷ്ട്രമാക്കി മാറ്റി. ഒറ്റ മനുഷ്യൻ, ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിച്ചതാ. എൻ്റെ ദൈവത്തിന് എന്തോ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തത് അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് പകൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനെ വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ ഒരാളെ കൊണ്ട് ദൈവത്തിന് ദേശത്തെ മാറ്റിമറിക്കാൻ പറ്റും. നിങ്ങൾ ഒരാളെ കൊണ്ട് ദൈവത്തിന് വലിയത് ചെയ്യാൻ പറ്റും. ഓ ഹല്ലേലൂയ. അങ്ങനെ ദൈവം കുറച്ച് നാൾ കഴിഞ്ഞപ്പം പോൾ യോങ്കിച്ചോ എഴുന്നേൽപ്പിച്ചു. ദൈവം സൗത്ത് കൊറിയയിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്തു. ഇനി അടുത്ത പറയാൻ പോകുന്ന കാര്യം വളരെ ഗൗരവത്തോടെ കേട്ടു. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ലോകത്തിൽ അറിയപ്പെടുന്ന കുറേ പ്രവാചകന്മാർ, 70 പ്രവാചകന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഈ അടുത്ത കാലത്താണ് ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, ഇനി എവിടെ ഒരു ഉണർവ് സംഭവിക്കാൻ പോകുന്നത്? എന്തുവാ ഇനി സംഭവിക്കാൻ പോകുന്നത്? 70 പേർക്ക് ഓരോ പീസ് പേപ്പർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ദൈവാത്മാവ് ഏത് രാജ്യമാണോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ രാജ്യത്തിൻ്റെ പേരെഴുതി ഇവിടെ ഒരു ബോക്സ് കൊണ്ടുവച്ചിട്ട് പറഞ്ഞു അതിനകത്തിട്ടേക്കാൻ പറഞ്ഞു. 70 പേരും പ്രാർത്ഥിച്ചു. ദൈവത്തോട് ആലോചന ചോദിച്ചു. 70 പേര് ഒരു പേര് കേട്ടു. അടുത്ത ഉണ്ടാകാൻ പോകുന്ന ഉണർവ് ആ രാജ്യത്തു നിന്നായിരിക്കും. ഒരു പേര് കേട്ടു. എല്ലാവരും എഴുതി ബോക്സിനകത്ത് കൊണ്ടുവന്നിട്ടു. ലീഡ് ചെയ്യുന്ന ആൾ വന്ന് ഓരോ പേപ്പറും എടുത്ത് വായിച്ചു.
പുള്ളിക്കാരൻ്റെ കണ്ണ് നിറഞ്ഞു, അത്ഭുതപ്പെട്ടു പോയി. എല്ലാ പേപ്പറിലും ഒറ്റ പേരാണ് എഴുതിയിരിക്കുന്നത്. ഇവരാരും തമ്മിൽ സംസാരിച്ചില്ല, ദൈവത്തോട് ചോദിച്ചിട്ട് എഴുതിയതാ. എല്ലാവരും, എല്ലാ 70 പ്രവാചകന്മാർ ഒരുമിച്ച് ചേർന്ന് ഒറ്റ പേരാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത ഉണ്ടാകാൻ പോകുന്ന ഉണർവ്, നടക്കാൻ പോകുന്ന രാജ്യത്തിൻ്റെ പേര്, ആ രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്നായിരുന്നു. ദൈവം ഇന്ത്യയിൽ ചിലത് ചെയ്യാൻ പോവാ. ദൈവാത്മാവ് ഇന്ത്യയിൽ ചിലത് ചെയ്യാൻ പോവാ. ദൈവത്തിനൊരു കൂട്ടം ജനത്തെ വേണം. പ്രാർത്ഥിക്കാൻ കഴിയുന്നൊരു തലമുറയെ, ദൈവം മുൻപാകെ ജീവിക്കുന്ന ഒരു തലമുറയെ, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന, ദൈവത്തോട് നിലവിളിക്കാൻ കഴിയുന്ന ഒരു തലമുറയെ ദൈവം ഇന്ന് പകൽ ഇതിനകത്ത് അന്വേഷിക്കുകയാ. ഓ, ആ തീ ഇന്ന് പകൽ ഇതിനകത്തൊന്ന് കത്തട്ടെ. ഇന്ത്യയിൽ അത് ആരംഭിച്ചു തുടങ്ങി. ഇന്ന് പകൽ എൻ്റെ അകത്തത് കത്തട്ടെ, നിങ്ങളുടെ അകത്തത് കത്തട്ടെ. ജീസസ്, ഒരു പ്രവചിക്കുന്ന തലമുറ, വെളിപ്പാട് കാണുന്നൊരു തലമുറ, ദൈവപ്രവൃത്തിയെ ജനത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു തലമുറയെ ഇന്ന് പകൽ ദൈവം അന്വേഷിക്കുകയാ. ഒരു ഉണർവ് ഇന്ത്യയിൽ നടക്കാൻ പോവാ. എൻ്റെ ചോദ്യം, നിങ്ങൾ അതിനകത്ത് കാണുമോ? അന്ന് നിന്നുപോയ പ്രാർത്ഥനാ ജീവിതമല്ലേ, ഒന്ന് തുടങ്ങാമോ? ഹലോ, അന്ന് നിന്നുപോയ പ്രാർത്ഥനാ ജീവിതം ഒന്ന് തുടങ്ങാമോ? ഞാൻ ചില ഉദാഹരണങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. അപ്പോസ്തല പ്രവൃത്തിയിൽ കർത്താവ് വാഗ്ദത്തം ചെയ്തു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും എന്ന് കർത്താവ് പറഞ്ഞു. ഇവരെങ്ങനെ സാക്ഷി ആയെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 9-ാം വാക്യം. ഓക്കെ, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അതൊക്കെ നമുക്കറിയാം, സംഭവം എല്ലാം അറിയാം. ഞാൻ ആ സംഭവം പറയാൻ ആഗ്രഹിക്കുകയല്ല, ഒരു സംഭവം, ഒരു കാര്യം എന്ന് പറയാൻ ആഗ്രഹിക്കുക. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ 1-ാമത്തെ വാക്യം തൊട്ട് അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ, 120 പേർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ആ സംഭവം നമുക്കറിയാം. ഇവർ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ വന്ന് നിന്നിട്ട് ഇവരോട് ചോദിക്കുന്നില്ലേ, ഇവർ വീഞ്ഞു കുടിച്ചവരാന്നൊക്കെ. ഇവരെങ്ങനെ വന്നേ? ഇവരവിടെ ഇല്ലായിരുന്നേ. ഇവർ മാളിക മുറിയില്ല, മേളിൽ 1-ാമത്തെ നിലയിലോ 2-ാമത്തെ നിലയിലോ ഇരിക്കുന്നേ. ഇവന്മാരെല്ലാം അവിടെ കയറി വന്നെങ്ങനെ? ഒച്ച കേട്ട് കയറി വന്നാ. ഏതാ അന്യഭാഷ പറയുന്നതുകൊണ്ട് ഒച്ച കേട്ടല്ല. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ഒരു കൊടിയോ മുഴക്കമുണ്ടായി. എടാ, ഈ മാളിക മുറിയിൽ ഒരു ഇടിവെട്ടുന്നു. ആ ഇടിവെട്ട് എന്നാന്ന് കേൾക്കാൻ വേണ്ടി കയറി വന്നാ. എത്ര പേരുണ്ടെന്നറിയോ? 17 രാജ്യത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. 17 രാജ്യത്തിലുള്ള ആൾക്കാരെ ദൈവാത്മാവ് കൊണ്ടുവന്നതാ. എന്തിനാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വരുന്നത് ഇവർ കാണണം. അതാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ശക്തി ധരിക്കുമ്പോൾ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ മേൽ ശക്തി വരും. ശക്തി ധരിക്കുമ്പോൾ നിങ്ങൾ സാക്ഷിയാകും. സത്യത്തിൽ അതാ നടന്നവിടെ. ഇവർ സാക്ഷിയാകുമായിരുന്നു, ഇവർ പോലും അറിഞ്ഞില്ല. ഇനി പറയുന്ന വാക്കിനെ വിശ്വസിക്കാമോ? നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ദൈവം ചിലരുടെ മുമ്പിൽ കൊണ്ടു നിർത്താൻ പോവാ. പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വന്നപ്പോൾ അസാധാരണമായ കാര്യങ്ങൾ നടന്നേ. അസാധാരണമായ കാര്യങ്ങൾ കേൾക്കണോ? എന്തൊക്കെയാണ് നടന്നതെന്ന്. ഒറ്റ പ്രസംഗം 3000 എണ്ണം. ഇതുവരെ അങ്ങനെ നടന്നിട്ടുണ്ടോ? ഇല്ല. 3-ാമത്തെ അധ്യായത്തിൽ വന്നപ്പോൾ മുടന്തനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നടക്കുന്നു. യേശു അല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനെ സൗഖ്യം ചെയ്ത് കണ്ടിട്ടുണ്ടോ? ചരിത്രത്തിൽ ഈ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം മുഴുവൻ എടുത്തു നോക്കിയാൽ മുടന്തൻ നടന്ന ചരിത്രമില്ല. മുടന്തൻ നടന്ന ചരിത്രം ഇല്ല. ഇതുവരെ ചരിത്രത്തിൽ സംഭവിക്കാത്ത കാര്യം എപ്പോൾ നടന്നു? ഒന്ന് പറഞ്ഞു, ഉറക്കെ പറഞ്ഞേ. ഉയരത്തിൽ നിന്ന് ശക്തി ധരിച്ചപ്പോൾ നടക്കാത്ത കാര്യം നടന്നു. നിന്റെ മേലുള്ള ദൈവശക്തി ഇത് വേറെ ആരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട. നിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ഇതുവരെ നടക്കാത്തത് നടക്കും. വിശ്വസിക്കാമോ? നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്ന മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ ദേശത്ത് നടക്കാൻ തുടങ്ങും. ദേശത്തിൻ്റെ അന്തരീക്ഷം ചേഞ്ച് ആകും. സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. കൊലപാതകം ചെയ്യുന്നവൻ ദൈവസഭയ്ക്കകത്ത് വരാൻ തുടങ്ങും. ഹല്ലേലൂയ! പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ധരിക്കും. എന്നിട്ട് മറ്റൊരു അധ്യായത്തിൽ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണം. പരിശുദ്ധാത്മ വന്നപ്പോൾ ഇവർക്ക് എന്തോ കിട്ടിയത്? ശക്തി കിട്ടി. എത്ര പേർക്ക് ശക്തിയുണ്ട്? കൈവക്കുന്ന കാണുമ്പോഴേ അറിയാം എന്തേലും ശക്തി ഉണ്ടെന്ന്. എത്ര പേർക്ക് ശക്തിയുണ്ട്? മസിൽ പവറിൻ്റെ കാര്യമല്ല പറഞ്ഞേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ധരിച്ചിട്ട്, ഓ ജീസസ്, ഇന്ന് പകൽ അങ്ങനെയുള്ള ചിലരെ ദൈവാത്മാവിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോവാം. മറ്റൊരു കാര്യം കൂടെ, ഈ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഇടിമുഴക്കം ഉണ്ടായി. ഇന്നുവരെ അങ്ങനെ ഒരു സംഭവം ആരും ചരിത്രത്തിൽ കേട്ടിട്ടില്ല. യേശു സ്നാനമേറ്റ് പുറത്തോട്ട് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ യേശുവിൻ്റെ മേൽ വന്നു. എന്നോ പരിശുദ്ധാത്മാവ് വന്നത്. പരിശുദ്ധാത്മാവിനെ അപ്പോൾ അവർക്ക് എന്തോ ചെയ്യായിരുന്നു? കാണാമായിരുന്നു.
എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങിയപ്പോൾ അവർ കണ്ടു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് മുറിക്കകത്ത് വന്നപ്പോൾ കൊടിയ മുഴക്കം ഉണ്ടായപ്പോൾ അവർ കേട്ടു. എന്ന് പറഞ്ഞാൽ വിസിബിൾ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കാണാൻ പറ്റുന്ന സാന്നിധ്യം, അനുഭവിക്കാൻ പറ്റുന്ന ദൈവ സാന്നിധ്യം. അങ്ങനെ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവ സാന്നിധ്യത്തെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ദൈവ സാന്നിധ്യത്തെ നിങ്ങൾക്ക് ശരീരത്തെ തിരിച്ചറിയാൻ പറ്റും. ഇതുവരെ നമ്മൾ അനുഭവിച്ച ലെവലിലല്ല, മറ്റൊരു ലെവലിൽ ഇന്ന് പകൽ മുതൽ പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? അനുഭവിക്കാൻ താല്പര്യമുണ്ടോ? ദൈവാത്മാവ് ഇന്ന് പകൽ അത് ചെയ്യാൻ ആഗ്രഹിക്കുക. ദൈവാത്മാവ് അത് ചെയ്യാൻ ആഗ്രഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ അയക്കും. ആ വാക്യത്തെ ഞാൻ ഒന്ന് വിശദീകരിച്ച് പറയട്ടെ. പരിശുദ്ധാത്മാവിനെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ഒരു ആത്മാവായിട്ടാണ്, ശക്തിയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ കുറച്ച് സിംബോളിക്ക് പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. കാറ്റ്, പ്രാവ്, എണ്ണ, അങ്ങനെയൊക്കെ നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. വീഞ്ഞായിട്ടൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിനെ കാണുന്നുണ്ട്. പക്ഷേ യേശു പറയുന്ന ഈ വാക്യത്തിനകത്ത് യേശു പറയുന്നത് പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരു വ്യക്തിത്വം വരുമെന്ന് യേശു പറയുന്നത്. ഒരു പേഴ്സണാലിറ്റി, ഒരു വ്യക്തി. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. എങ്ങനെ ഉള്ളത്? നമ്മൾ ഇന്നു വരെ തിരിച്ചറിഞ്ഞത് പരിശുദ്ധാത്മാവിനെ ഒരു ആത്മാവായിട്ട്, ഇന്നു വരെ നമ്മൾ പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്തത് ഒരു ശക്തിയായിട്ടാണ്. എന്നാൽ ഇന്ന് പകൽ തൊട്ട് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായിട്ട് അനുഭവിക്കാൻ പറ്റും. എൻ്റെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഒരു പദം ഹീ എന്നെഴുതിയിരിക്കുന്നത്, ഹീ വിൽ കം എന്ന് എഴുതിയിരിക്കുന്നത്. ഹീ എന്ന് പറയുന്നത് ഒരു ശക്തിക്ക് അങ്ങനെ പറയാറില്ല, ആത്മാവിനും അങ്ങനെ സാധാരണ പറയാറില്ല. ഒരു വ്യക്തിക്കാണ് ഹീ എന്ന് പറയുന്നത്, അവൻ എന്ന് പറയുന്നത്. അപ്പോൾ യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാം അവൻ വരും എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിത്വം വരാൻ പോകും. നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ നടക്കുക. അപ്പം ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ നടക്കുക. ആരാ? പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ എവിടെ പോയാലും ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ട്. പരിശുദ്ധാത്മാവിന്റെ ആളത്വം, ഒരു വ്യക്തി എന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അസാധാരണമായ നിലയിൽ ഇന്നു മുതൽ ജീവിതത്തിലും നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലും അനുഭവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന ആത്മാവിനെ ദൈവാത്മാവ് തൃപ്തിപ്പെടുത്തുന്നവനാ ജീസസ്. ഞാനൊരു കാര്യം നിങ്ങൾ പറയാൻ പോവാ. ഇന്ന് പകൽ മുതൽ ഇന്ന് വൈകിട്ട് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയുടെ അന്തരീക്ഷം മാറുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഓ ജീസസ്. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടോ? അടുത്തൊരു സംഭവം പറയാം, കേട്ടോ. സിംഗപ്പൂരിൽ മെർലി എന്ന് പറയുന്നൊരു സഹോദരിയുണ്ട്. മെർലി എന്ന് പറയുന്നത് ഒരു ദൈവദാസൻ. ആ സഹോദരിയോട് സംസാരിച്ചിട്ട് ആ ദൈവദാസൻ പറഞ്ഞത് ഞാൻ നേരിട്ട് കേട്ടോ. ആ ദൈവദാസൻ ആ സഹോദരിയെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: എനിക്ക് വേറെ ശുശ്രൂഷ ഒന്നുമില്ല, പ്രസംഗിക്കാൻ അറിയത്തില്ല, സഭയിലെ ഒരു പരിപാടി ഒന്നും അറിയത്തില്ല. പക്ഷെ ഒറ്റ കാര്യം അറിയാം, മുറിക്കകത്ത് കയറും മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. പുള്ളിക്കാരി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? കുറച്ച് നേരം പ്രാർത്ഥിച്ചപ്പോൾ പുള്ളിക്കാരി നോക്കിയപ്പോൾ മുറിക്കകത്ത് ഈ മേഘം വന്ന് നിറയുന്നു. മുറിക്കകത്ത് അക്ഷരികമായി കാണാവുന്നത് പോലെ മേഘം വന്ന് നിറയാൻ തുടങ്ങി. ഹലോ, പരിശുദ്ധാത്മാവിന് അന്യഭാഷ മാത്രം പറയാനല്ല അറിയാവുന്നത്. ഇന്ന് പകൽ തൊട്ട് ഒരു വ്യത്യസ്തമായ നിലയിൽ ചിന്തിക്കാമോ? ഈ പുള്ളിക്കാരി എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മേഘം വന്ന് നിറയാൻ തുടങ്ങി. ആൾക്കാരെല്ലാം കൂടെ പുള്ളിക്കാരിയെ കളിയാക്കി വിളിക്കാൻ തുടങ്ങി. ക്ലൗഡ് മെർലി, മേഘമെർലി എന്ന് പറഞ്ഞ ആൾക്കാർ പേരിട്ടു. എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി എവിടെ ചെന്ന് പ്രാർത്ഥിച്ചാലും മുറിക്കകത്ത് മുഴുവൻ മേഘം നിറയുക. പ്രസംഗിക്കാൻ അറിയാത്തൊരു സഹോദരിയുടെ കാര്യം എനിക്ക് പറഞ്ഞത്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയാമെങ്കിൽ അത് മതി. ഹലോ, നമ്മൾ അറിഞ്ഞതിനപ്പുറത്ത് ദൈവസാന്നിധ്യത്തിന് വ്യാപ്തിയുണ്ട്, ദൈവാത്മാവിന് തലങ്ങളുണ്ട്. അതനുഭവിക്കാൻ, അതറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവാത്മാവ് അത് ചെയ്യും. ഈ പുള്ളിക്കാരി അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും മേഘം ഇറങ്ങി വരും. ഒരു ദിവസം മേഘത്തിനകത്തുനിന്ന് പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് കർത്താവേ അങ്ങയുടെ ശബ്ദം ഒന്ന് കേൾക്കണമെന്നുണ്ട്. അപ്പം മേഘത്തിനകത്തുനിന്ന് പുള്ളിക്കാരി ഒരു ശബ്ദം കേൾക്കുക. അവൾ ആ മേഘത്തോട് സംസാരിച്ചോട്ട് പറഞ്ഞു, എനിക്ക് അങ്ങൻ്റെ പേര് വിളിക്കുന്ന കേൾക്കാൻ എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ പേര് വിളിക്കും. ആ മേഘത്തിനകത്തുനിന്ന് മെർലി എന്ന് വിളിക്കുന്ന പേര് അവൾ കേട്ടു, ശബ്ദം കേട്ടു. കർത്താവ് മേഘത്തിൽ നിന്ന് അവൾ വിളിക്കാൻ തുടങ്ങി. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കുറേ നാൾ കഴിഞ്ഞു. ഒരു ദിവസം സിംഗപ്പൂരിൽ നിന്ന് അമേരിക്കയിലിട്ട് ഭാര്യയും ഭർത്താവും കൂടെ യാത്ര ചെയ്യുക. ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ഭർത്താവിന് അറ്റാക്ക് ഉണ്ടായി, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, പുള്ളി മരിച്ചുപോയി. ഫ്ലൈറ്റിലിരിക്കുക. അപ്പോൾ ഇവിടുന്ന് അവർ അമേരിക്ക ചെന്നിറങ്ങി. ഫ്ലൈറ്റുകാർ ചോദിച്ചു, സഹോദരി എന്തോ ചെയ്യേണ്ടത്? ഡെഡ് ബോഡി ഇവിടെ അടക്കണോ അതോ സിംഗപ്പൂർ തിരിച്ചു കൊണ്ടുപോകണോ? പുള്ളിക്കാരി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഞാൻ എൻ്റെ പ്രാണപ്രിയനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ അദ്ദേഹം എന്താ പറയുന്നതെന്ന്, അത് കഴിഞ്ഞിട്ട് എൻ്റെ മറുപടി തരാം, എനിക്കൊരു റൂം അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞു.
പുള്ളിക്കാരി അവരൊരു റൂം അറേഞ്ച് ചെയ്ത് കൊടുത്തു. പുള്ളിക്കാരി മുറിക്കകത്തോട്ട് കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പതിവ് പോലെ മേഘം വന്ന് നിറഞ്ഞു. മുറിക്കകത്ത് മേഘം വന്ന് നിറഞ്ഞു. ആ മേഘത്തിനകത്തുനിന്നൊരു ശബ്ദം കേട്ടു, മുരളി, ഞാൻ എന്താ ചെയ്തു തരണ്ടേ? നീ എന്തു പറഞ്ഞാലും ചെയ്തോ, നീ എൻ്റെ പ്രിയതമയാ, ഞാൻ നിന്നെ, നീ എന്തു പറഞ്ഞാലും എനിക്കതിനെ റിജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, നോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, എന്താ വേണ്ട നീ പറ. അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ എനിക്ക് ജീവനോടെ മതി, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ജീവനോട് വേണം. കർത്താവ് പറഞ്ഞു, നീ എഴുന്നേക്ക്, നീ ചെന്നവൻ്റെ പേര് വിളിക്കാൻ പറഞ്ഞു. അവൾ ചെന്നപ്പോൾ മോർച്ചറി വെച്ചേക്കുക, ഡെഡ് ബോഡി. മോർച്ചറിയുടെ കഥ തുറന്നു. അവൾ ചെന്നിട്ട് ഭർത്താവിൻ്റെ പേര് വിളിച്ചു. ആ മനുഷ്യൻ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വന്നു. ജീസസ്, ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ഇന്നും ആ സഹോദരി ജീവനോടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, സ്വർഗം അവിടെ ഇറങ്ങി വരും. സ്വർഗം അവിടെ ഇറങ്ങി വരും. ഇന്ന് തൊട്ട് നിങ്ങളുടെ മുറിയുടെ പ്രാർത്ഥനാന്തരീക്ഷം മാറട്ടെ. ഇന്ന് തൊട്ട് നിങ്ങളുടെ പ്രാർത്ഥനാന്തരീക്ഷം, മുറിയുടെ അന്തരീക്ഷം മാറട്ടെ. ചുമ്മാ ഇരുന്ന് ചെന്തേലും ചടാപടാന്ന് പറഞ്ഞു പോരുമല്ല. നിങ്ങൾ പ്രാർത്ഥിക്കാൻ കയറുന്ന മുറിക്കകത്ത് ദൈവസാന്നിധ്യം വന്നിറങ്ങുന്നത് ശരീരത്തെ അനുഭവിക്കാൻ, ആ മുറിക്കകത്ത് കാണാൻ, വിസിബിളായി കാണാനും അനുഭവിക്കാനും ഇന്ന് പകൽ ദൈവാത്മാവ് കൃപ നിങ്ങളുടെ മേൽ പകരട്ടെ. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസ് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും കൊണ്ടൊന്ന് കേട്ടെ, കൊർന്നല്യോസ് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പകൽ 9-ാം മണി നേരത്ത് പുള്ളി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദൂതൻ തൻ്റെ മുറിയിലേക്ക് നടന്നു വരുന്നത് താൻ സ്പഷ്ടമായി കണ്ടു. ഇവിടെ ഇരിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ മുറിക്കകത്തോട്ട് കയറി വരുന്നത്. മറിയയുടെ മുമ്പിൽ ദൂതൻ പ്രത്യക്ഷനായി, യോസഫിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി, സെക്കരിയാവ് ആലയത്തിനകത്ത് നിൽക്കുമ്പോൾ ദൂതൻ പ്രത്യക്ഷനായി. പുതിയ നിയമത്തിൽ പലയിടങ്ങളിൽ ദൂതന്മാർ പ്രത്യക്ഷനായത് നമുക്ക് കാണാൻ പറ്റും. ഇന്നോട്ട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാലോ? കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ എൻ്റെ കർത്താവിനെ ഞാൻ വിശ്വാസത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ഇന്ന് തൊട്ട് എൻ്റെ മുറിക്കകത്ത് സാന്നിധ്യം ഇറങ്ങി വരുന്നത് എനിക്കൊന്ന് അനുഭവിക്കണം. ഓ, ആ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം. കർത്താവിൻ്റെ ശബ്ദം, നിങ്ങളുടെ പേര് വിളിക്കുന്നത്, അങ്ങനൊരു കൊതി ഇന്നോട്ട് അങ്ങനൊരു കൊതി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ശബ്ദം കേട്ടേ തീരുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുറിക്കകത്ത് ശബ്ദം ഇറങ്ങി വരും. DGS ദിനകരൻ, അദ്ദേഹം വയസ്സായി പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത്, വയസ്സായപ്പോഴും അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. പുള്ളി പ്രാർത്ഥിക്കാനിരിക്കുന്നത് മുട്ടുമേ നിന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആ മുട്ടുമേ നിന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പുള്ളിക്കാരന് ശരീരം അനുവദിക്കാത്തത് കൊണ്ട് മുട്ടുമേ നിന്നിട്ട് ഇങ്ങനെ കൈവെക്കാൻ വേണ്ടി പുള്ളി ഒരു പടി ഉണ്ടാക്കി, ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നിന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ മണിക്കൂർ ഇടവിട്ട്, ഓരോ മണിക്കൂറാകുമ്പോൾ പുള്ളിക്ക് ചായയും വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരു സെർവൻ്റ് ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ. ഒരു ദിവസം ആ സെർവൻ്റ് കതക് തുറന്ന് മുറിക്കകത്തിട്ട് കയറി ചെല്ലുമ്പോൾ ഈ ദൈവദാസൻ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പുള്ളി ഒന്നും അറിയുന്നില്ല. അദ്ദേഹം ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര ആ സഹോദരൻ നോക്കുമ്പോൾ ഇദ്ദേഹം എങ്ങനെയാണോ നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അതുപോലെ ഒരു സ്വർഗ്ഗദൂതൻ അതേ പൊസിഷനിൽ ഇങ്ങോട്ട് നോക്കി നിൽക്കുക. പുള്ളി ഫിസിച്ച് നിൽക്കുക. ജീവിക്കുന്നെങ്കിൽ ആത്മമനുഷ്യനായി ജീവിക്കാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരെ തികഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരെ ഇതിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഒരാളുടെ പ്രാർത്ഥന മതി, ദേശത്തിന്റെ അന്തരീക്ഷത്തെ ദൈവം മാറ്റും. ദേശത്തും മാറ്റമുണ്ടാകും. ദേശത്തിന്റെ അന്തരീക്ഷം മാറും. ജീസസ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തെ ഒന്ന് പകൽ മാറ്റുക. ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തെ മാറ്റുക. കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറുക. പ്രാർത്ഥന മുറിക്കകത്ത് നിങ്ങളുടെ ആത്മീയ അന്തരീക്ഷം ദൈവാത്മാവ് ഇന്ന് പകൽ മാറ്റുകയോ. അസാധാരണമായ മിറക്കിളുകൾ, അസാധാരണമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഉണ്ടാകും. 5-ാം അധ്യായം 18 തൊട്ട് വായിക്കണ്ട. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 18 തൊട്ട് വീട്ടിൽ ചെന്ന് വായിക്കണം. ഇവിടെ ഒരു സഭയിൽ വലിയ അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരെ പിടിച്ച് തടവറയിലാക്കി. അപ്പോസ്തലന്മാർക്ക് പുറത്തു പോകാൻ മേലെ, തടവറയിൽ കിടക്കുമ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? അടുത്ത ദിവസം ഇവർ ചെന്നേച്ച് ഇവരെ പിടിച്ചുകൊണ്ട് ന്യായാധിപന്മാരുടെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവരെ അന്വേഷിച്ച് അവിടെ ചെന്നപ്പം കാരാഗൃഹത്തിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുക. പൂട്ട് നോക്കിയപ്പം അതുപോലെ ഉണ്ട്. 2 കാവൽക്കാരും അവിടെ നിൽപ്പുണ്ട്. പക്ഷെ അകത്ത് നോക്കിയപ്പോൾ അകത്ത് കിടന്ന പുള്ളികൾ അവിടെ ഇല്ല. കെട്ടും പൂട്ടും എല്ലാം അതുപോലെ ഉണ്ട്. താഴേക്ക് അതുപോലെ പൂട്ടിയേക്കുക. പക്ഷെ അകത്ത് കിടന്ന വില്ലന്മാർ പുറത്താണ്. കുറച്ച് ഇവർ അന്വേഷിച്ച് ചെന്ന് നോക്കിയപ്പോൾ ഇവർ പട്ടണത്തിൽ നിന്ന് പ്രസംഗിക്കുക. അതിൻ്റെ പേരാണ് സൂപ്പർ നാച്ചുറൽ മിറക്കിൾ. അസാധാരണമായ അത്ഭുതം. ഇന്ന് ദൈവത്തിന് ഇത് ചെയ്യാൻ പറ്റുമോ? ഇന്ന് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമോ? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന് അത് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കാര്യങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് അസാധാരണമായ കാര്യങ്ങൾ ഇന്നും പരിശുദ്ധാത്മാവിന് ചെയ്യാൻ പറ്റും. ഓ ജീസസ്. ഒറ്റ ദൂതൻ ആ മുറിക്കകത്ത് കയറിയതാ. ജയിലിനകത്ത് ഒരു ദൂതൻ കയറിയതാ. താഴും അതും എല്ലാം അതുപോലെ ഉണ്ട്. പക്ഷെ ഇവർ പുറത്തു വന്നു.
അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ വേണ്ട പത്രോസിനെ പിടിച്ച് വീണ്ടും കാരാഗൃഹത്തിലാക്കിയതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 12-ാം അധ്യായത്തിൽ അവർ പത്രോസ് കാരാഗൃഹത്തിൽ കിടക്കുക, ദൂതൻ വന്ന് വിലാപ്പുറത്ത് തട്ടിയെന്നാണ് വിളിക്കുന്നത്. ദൂതൻ വന്ന് തട്ടി. ഇതൊക്കെ നമ്മൾ ചുമ്മാ കഥയായിട്ട് വായിച്ചു വിടുക. കർത്താവിനോട് പറയണം, കർത്താവ് എനിക്കും അതുപോലെ ദൂതനെ കാണണം. ഓ ജീസസ്, ഹല്ലേലൂയ. എനിക്കതുപോലെ സമാനമായ ഒരു അനുഭവം ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഇന്തോനേഷ്യയിൽ യാത്ര ചെയ്യുമ്പം ഒരു ദിവസം ജക്കാർത്ത എന്ന് പറയുന്ന സ്ഥലം ഇന്തോനേഷ്യ ചെന്ന് ഇറങ്ങി. അവിടുന്ന് അടുത്തൊരു ഫ്ലൈറ്റ് പിടിച്ചിട്ട് വേണം എനിക്ക് അടുത്ത എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പോകുന്ന സമയത്ത് 3/4 മണിക്കൂർ സമയമുള്ളൂ എനിക്ക് അടുത്ത എയർപോർട്ടിൽ ചെല്ലണം. ഒരു എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഞാൻ ഈ ടിക്കറ്റ് കാണിച്ചു. അവിടെ അധികം പേര് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരില്ല. അപ്പോൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വലിയ പാടാണ്. ഞാൻ എൻ്റെ ടിക്കറ്റ് കാണിച്ചു പറഞ്ഞു 1-ാമത്തെ നിലയിൽ അങ്ങോട്ട് പോകണം പറഞ്ഞു. ഞാനിതും ലഗേജ് എല്ലാം വലിച്ചുകൊണ്ട് 1-ാമത്തെ നിലയിൽ ചെന്നു. 1-ാമത്തെ നിലയിൽ ചെന്നപ്പം അവിടെ അവർ ഈ ടിക്കറ്റ് കാണിച്ചു പറഞ്ഞു ഇത് ഇവിടെ അല്ല, വേറെ എയർപോർട്ടാന്ന് പറഞ്ഞു. അപ്പോഴത്തേന് 10 മിനിറ്റ് കഴിഞ്ഞു. എനിക്ക് അവിടെ ഹാർട്ട് ബീറ്റ് എല്ലാം കൊണ്ട് കൂടാൻ തുടങ്ങി. ഞാൻ അടുത്ത ദിവസം 4,000 പേര് കൂടുന്ന വലിയ ക്രൂസൈഡാണ്. അവിടെ മീറ്റിംഗ് പ്രസംഗിക്കേണ്ടതാണ്. ഈ ഫ്ലൈറ്റ് മിസ്സായ പിന്നെ പോയി അവിടെ ഫ്ലൈറ്റിൽ ചെന്നിറങ്ങി. പിന്നെ 3 മണിക്കൂർ വേറെ കാറെ യാത്ര ചെയ്തിട്ട് വേണം അവിടെ ചെല്ലാൻ. എന്തോ ചെയ്യണമെന്ന് ഒരു പിടിയില്ല. ഞാനിങ്ങനെ ലിഫ്റ്റ് വഴി താഴോട്ട് ഇറങ്ങി വരിക. അപ്പോൾ ഞാനിങ്ങനെ ഈ ടിക്കറ്റ് നോക്കുന്നുണ്ട്. അടുത്ത എയർപോർട്ട് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിങ്ങനെ ഈ ടിക്കറ്റിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു മനുഷ്യനെ എൻ്റെ മുമ്പിൽ സെക്യൂരിറ്റി നിൽപ്പുണ്ട്. വെള്ള ഷർട്ടൊക്കെ ഇട്ട് നീല ജീൻസൊക്കെ ഇട്ട് ക്യാപ്പ് ഒക്കെ വെച്ചിട്ട് അടുത്ത സെക്യൂരിറ്റി. പുള്ളിക്കാരൻ എൻ്റെ ഇന്ന് ടിക്കറ്റ് മേടിച്ചു. പുള്ളിക്കും ഇംഗ്ലീഷ് അറിയത്തില്ല, സംസാരിക്കാൻ അറിയത്തില്ല. പുള്ളി ഈ ടിക്കറ്റ് മേടിച്ചെന്നെ നോക്കി പുള്ളി എന്നോട് പറഞ്ഞു വരാൻ പറഞ്ഞു. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി പുള്ളി എന്നെ കാറെ കൊണ്ടിരുത്തി. പുള്ളി എൻ്റെ കൂട്ടത്തിൽ കാറേ ഇരുന്നു. എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല പുള്ളി എൻ്റെ കൂടെ വന്ന എന്തിനാണെന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. ആ പുള്ളി എൻ്റെ കൂടെ വന്നു, അടുത്ത എയർപോർട്ടിൽ കൊണ്ടുവിട്ടു. അവിടുത്തെ ലാസ്റ്റ് ഫ്ലൈറ്റിൽ ചെന്ന് കയറുന്ന ലാസ്റ്റ് വ്യക്തി ഞാനായിരുന്നു. ഞാൻ ഈ മനുഷ്യന് പൈസ കൊടുത്തിട്ട് പുള്ളി പൈസ മേടിച്ചില്ല. സെക്യൂരിറ്റിയാണ്, പുള്ളി പൈസ മേടിക്കണം. എൻ്റെ കൂട്ടത്തിൽ വരേണ്ട ഒരു കാര്യമില്ല. കാറ് കയറ്റി വിട്ടാൽ ഞാൻ അങ്ങ് പൊക്കോളും. അതങ്ങനെ ചെയ്യേണ്ടത്. ആ എയർപോർട്ടിലല്ല പുള്ളിയുടെ ഡ്യൂട്ടി ഇവിടെയാണ്. എനിക്ക് ഇന്നും അറിയത്തില്ല പുള്ളി എൻ്റെ കൂടെ വന്നത് എന്തിനാണ്, അതാരാന്നും എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ആ പുള്ളി അന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അന്ന് മീറ്റിങ്ങിന് എത്തത്തില്ല. പ്രൈസ് ഗോഡ്. ദൈവദൂതന്മാർ പല രീതിയിൽ പ്രത്യക്ഷപ്പെടും. ദൈവം ചെയ്യും. ദൈവത്തിനത് ചെയ്യാൻ പറ്റും. ദൈവത്തിൻ്റെ ദൂതന്മാർ അവൻ നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഇന്ന് പകൽ ചിലരെ കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരെ ദൈവം അസൈൻ ചെയ്യാൻ പോവാ. ചില കുടുംബങ്ങളെ സംരക്ഷിക്കാൻ, ചില കുടുംബങ്ങളെ നോക്കാൻ ദൈവം തന്നെ ദൂതന്മാരെ അസൈൻ ചെയ്യാൻ പോവാ. ദൂതന്മാരുണ്ട്. അവരെ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് തൊട്ട് ദൂതന്മാരെ കാണാൻ പറ്റുന്ന അന്തരീക്ഷം ദൈവം തന്നെ ജനത്തിന് മേൽ തുറക്കുകയോ. ജീസസ്, ഹല്ലേലൂയ. സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസസ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന്? എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ മുമ്പിൽ വരുന്ന അപകടങ്ങളെ മാറ്റാൻ ദൂതന്മാർക്ക് കഴിയും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മാറ്റാൻ ഈ ദൈവ സാന്നിധ്യത്തിന് കഴിയും. നിങ്ങളുടെ ജീവിതത്തിലെ ആത്മമണ്ഡലം തുറക്കട്ടെ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചിലവരുടെ മേൽ ആത്മമണ്ഡലത്തെ ദൈവം തുറക്കാൻ ആഗ്രഹിക്കുക. ചില മേഘങ്ങൾ മൂടി നിൽക്കുന്നത് മുഖാന്തരം ആത്മമണ്ഡലത്തിൽ ആത്മികമായി മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ആത്മികമായി നന്നായി ജീവിക്കാൻ കഴിയുന്നില്ല. ഇന്ന് പകല സ്ഥിതിയെ ദൈവം മാറ്റുകയോ. ആ കാർമേഘത്തെ ദൈവം ഇന്ന് പകൽ നീക്കാൻ പോവുക. വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ചില അസാധാരണമായ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ ആരാധന മണ്ഡലത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യാൻ പോവുക. ഫിജി ഐലൻഡിൽ ദൈവം ചെയ്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? അവർ പ്രാർത്ഥിച്ച് ദൈവത്തോട് ക്ഷമ പറഞ്ഞതിൻ്റെ അന്ന് അന്തരീക്ഷം മാറ്റം ഉണ്ടായി. 50 വർഷം കൊണ്ട് അവർ കാണാത്ത മീൻ അവരുടെ തീരപ്രദേശത്തേക്ക് വരാൻ തുടങ്ങി. ക്രൈം മാറി, നേതാക്കന്മാർ രക്ഷിക്കപ്പെടാൻ തുടങ്ങി. അസാധാരണമായ ദൈവപ്രവൃത്തികൾ സഭയിൽ നടക്കാൻ തുടങ്ങി, ദേശത്ത് നടക്കാൻ തുടങ്ങി. ദൈവാത്മാവിൻ്റെ ഉണർവ് ദേശത്ത് വന്നപ്പോൾ സഭയിൽ മാത്രമല്ല മണ്ണിൽ കൂടെ ഇറങ്ങി. മണ്ണിന് സൗഖ്യം ഉണ്ടായി, മണ്ണിനകത്ത് കൃഷി ഉണ്ടാകാൻ തുടങ്ങി. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, പല രാജ്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവർ ഇന്ന് ഉണർവ് നടന്ന രാജ്യങ്ങളിൽ പോയി സ്റ്റഡി നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് ട്രാൻസ്ഫോമേഴ്സ്. നിങ്ങൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇഷ്ടം പോലെ വീഡിയോസ് കിടപ്പുണ്ട് ട്രാൻസ്ഫോർമേഷൻ നടന്ന ദേശങ്ങളിൽ. അവിടെയൊക്കെ ഉണർവ് നടന്നപ്പോൾ എങ്ങനെ സംഭവിച്ചതെന്നറിയോ? വ്യക്തികളിൽ മാത്രമല്ല, സഭകളിൽ മാത്രമല്ല, ആത്മാന്തരീക്ഷത്തിൽ മാത്രമല്ല, മണ്ണിനും കൂടെ സൗഖ്യം ഉണ്ടായി.
ഹല്ലേലൂയ. ഈ സാന്നിധ്യത്തെ നമ്മുടെ വീട്ടിലേക്കൊന്ന് ക്ഷണിച്ചാലോ? ഈ സാന്നിധ്യത്തെ നമ്മുടെ വീട്ടിലോട്ട് ഒരു നിമിഷം ഒന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ ദൈവസന്നിധിയിൽ നിന്ന് സമർപ്പിക്കാൻ താല്പര്യമുള്ളവർ ആരൊക്കെയുണ്ട്? ഒന്ന് എഴുന്നേറ്റ് നിന്നേ ദൈവസന്നിധിയിൽ. നമുക്ക് ഒരുമിച്ച് ഒരു പാട്ട് പാടി ഒരുമിച്ചൊന്ന് ആരാധിക്കാം. ഇന്ന് പകൽ ആത്മമണ്ഡലം ചിലരുടെ മേൽ ദൈവം തുറക്കാൻ ആഗ്രഹിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എല്ലാവരും കൂടെ നോക്കിയാട്ടെ. ഒരു അനുഗ്രഹത്തിന് വേണ്ടി മാത്രമല്ല, അത് ദൈവം ചെയ്യും. അത് ദൈവം എപ്പോഴും ചെയ്യും. ഈ നമ്മൾ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. ദൈവം ഇന്ന് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആ ദൈവ സാന്നിധ്യത്തിനകത്ത് കയറി ആത്മമണ്ഡലത്തിനകത്ത് ജീവിക്കണം. ദൈവം ആഗ്രഹിക്കുന്നു. ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയില്ല, വചനം വായിക്കാതിരിക്കാൻ കഴിയില്ല, പള്ളി പോകാതിരിക്കാൻ പറ്റത്തില്ല, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ആത്മ അന്തരീക്ഷം പരമാർത്ഥ ഹൃദയത്തോടെ എല്ലാ കണ്ണുകളും നടച്ച്, എല്ലാ കണ്ണുകളും നടച്ച്. ജീസസ്. അങ്ങനെ ആത്മമണ്ഡലം എൻ്റെ ജീവിതത്തിൽ ഒന്ന് തുറന്നു കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുക. എനിക്കിതുവരെ എൻ്റെ ആത്മജീവിതത്തിൽ ജീവിച്ചതുപോലല്ല. കർത്താവിനോട് ഒന്നുകൂടെ ഒന്ന് അടുത്ത് ഒരാത്മ മനുഷ്യനായി ജീവിക്കണം. ആത്മാവിൽ എനിക്ക് ബലപ്പെടണം. എൻ്റെ പ്രാർത്ഥന മുറിയുടെ അന്തരീക്ഷം മാറണം. എൻ്റെ ജീവിതത്തിൻ്റെ ആത്മ അന്തരീക്ഷത്തിനകത്തൊരു വ്യത്യാസം വേണം എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടെങ്കിൽ അക്കരങ്ങളൊന്ന് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. അക്കരങ്ങൾ ഉയർത്തിയവർ മാത്രം മുമ്പോട്ട് വരാം. അക്കരങ്ങൾ ഉയർത്തിയവർ മാത്രം മുമ്പോട്ട് വരാം. ചുമ്മാ എല്ലാവരും വരുന്നോണ്ട് വരല്ലേ, എല്ലാവരും വരുന്നോണ്ട് വരല്ലേ. ഒന്ന് കയറുന്നല്ലേ, ഒന്ന് കയറുമ്പോട്ട് കയറുന്നേ. ആ കണ്ണുകൾ ദേശം നടച്ചു കഴിയുന്നവരൊക്കെ ആ കരങ്ങൾ മാറോട് ചേർത്തോ, കരങ്ങൾ ഉയർത്തി പിടിക്കുകയൊക്കെ ചെയ്തേ. എല്ലാ കണ്ണുകൾ ഇനി നിങ്ങൾ കുറച്ച് നേരം കാഴ്ചക്കാരായിട്ട് ഇവിടെ നിൽക്കരുത്. ഇനി കാഴ്ചക്കാരായിട്ട് ഇവിടെ നിൽക്കരുത്. നിങ്ങളും ദൈവം മാത്രമേ ഉള്ളൂ ഇവിടെ. നിങ്ങളും ദൈവം മാത്രമേ ഉള്ളൂ ഇവിടെ. കർത്താവിനോട് സംസാരിച്ചു തുടങ്ങി. എല്ലാ കണ്ണുകൾ ദേശം അടച്ചു, എല്ലാ കണ്ണുകൾ ദേശം അടച്ചിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. കർത്താവിനോട് പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ ആത്മാന്തരീക്ഷത്തിൽ മടുത്തിരിക്കുന്ന അനുഭവത്തെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പുതുക്കാൻ പോവാം. തകർന്ന പ്രാർത്ഥനാ ജീവിതത്തെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പണിയുക. ഹൃദയത്തിനകത്ത് ഏറ്റവും മുറിവുകളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഉണക്കുകയാണ്. ആത്മാന്തരീക്ഷത്തിൽ തന്നെ തണുത്തുപോയ അനുഭവങ്ങളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചൂടുപിടിപ്പിക്കുക. നിങ്ങളുടെ മുമ്പിൽ, തൊട്ട് മുമ്പിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുമ്പിൽ നിൽപ്പുണ്ട്. യേശു കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നിൽപ്പുണ്ട്. ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. ആ കർത്താവ് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുക. ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾക്ക് പറയാനുള്ള സങ്കടങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഇതുവരെ ജീവിതത്തിൽ നടക്കാത്തതിനെയൊക്കെ പരിശുദ്ധാത്മാവ് ചെയ്തു തരാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നടന്നു കയറുന്ന ദിവസമായിന്ന്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടന്നു കയറുന്ന ദിവസമായിന്ന്. ഒരു വ്യക്തിയായി തന്നെ പരിശുദ്ധാത്മാവ് നടന്നു കയറുക. നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്തേ. നിങ്ങളുടെ മേൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആത്മമണ്ഡലത്തെ തുറക്കുകയാണ്. സ്തേഫാനോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറന്നത് താൻ കണ്ടു. ഇന്ന് പകൽ നിങ്ങളുടെ മേൽ സ്വർഗം തുറക്കുകയാണ്. സ്വർഗം തുറക്കുകയാണ്. സ്വർഗം തുറക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മുറിയുടെ മുമ്പിൽ അതിന്റെ മുകളിൽ സ്വർഗം തുറക്കുകയാണ്. ഉടഞ്ഞുപോയതെല്ലാം ഇന്ന് പകൽ പണിയപ്പെടട്ടെ. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. ആ പരിശുദ്ധാത്മാവ് കരം നീട്ടി ഇപ്പൊ നിങ്ങൾ തൊടുന്നത് നിങ്ങൾ അനുഭവിക്കാൻ പോവാ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് നമ്മൾ പറഞ്ഞു. ആ പരിശുദ്ധാത്മാവ് ഇപ്പൊ നിങ്ങളെ തൊടുക. ആ കരസ്പർശനം നിങ്ങൾ അനുഭവിക്കാൻ പോവാ. ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. ആ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. കർത്താവിനോട് പറഞ്ഞ ആ സാന്നിധ്യം അനുഭവിപ്പാൻ, ആ സാന്നിധ്യം അനുഭവിക്കാൻ എനിക്ക് കൊതിയുണ്ടെന്നൊന്ന് പറഞ്ഞേ. കൊതിയുണ്ടാകട്ടെ, കൊതിയുണ്ടാകട്ടെ, കൊതിയുണ്ടാകട്ടെ. കൊതിയേറുന്നേ അരികിൽ വരാ,
തിരുപാദത്തിൽ കിടന്നിടുവാ കൊതിയേറുമേ അരികിൽ വരാ തിരുപാദത്തിൽ കിടന്നിടുവാ താതന്റെ മാർവല്ലേ ചൂടലിക്ക് താതന്റെ കൈയല്ലേ തണലെനിക്ക് താതന്റെ മാർവല്ലേ ചൂടലിക്ക് താതന്റെ കൈയല്ലേ തണലെനിക്ക് കൊതിയേറുമേ അരുകിൽ വരാ തിരുപാദത്തിൽ കർത്താവിനോട് പറഞ്ഞ കർത്താവേ കൊതിയേറുന്നപ്പാ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞാൻ വരിക. അങ്ങയുടെ പാദപീഠത്തിൽ കിടക്കാൻ എനിക്ക് കൊതിയുണ്ട്. അങ്ങയുടെ മാർവിൽ ചാരാൻ എനിക്ക് കൊതിയുണ്ട്. ഓ യേശുവിന്റെ ആ കരം ചേർത്ത് നിങ്ങളെ പിടിക്കുക. ആ സ്നേഹത്തിന്റെ കരം ചേർത്തവൻ നിങ്ങളെ പിടിക്കുകയാ. അവൻ പറയുക കരഞ്ഞത് മതി, വിഷമിച്ചത് മതി. നിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തിരുത്തുകയാ. കൊതിയേറുന്നേ അരികിൽ വരാ. എത്ര പേർക്ക് കൊതിയുണ്ട്? ആ കൊതിയുണ്ടെങ്കിൽ ആ കർത്താവിനോട് പറഞ്ഞേ എന്തെന്നില്ലാത്തൊരു സമാധാനം ഇന്ന് പകല ഹൃദയത്തിലേക്ക് ദൈവം പകരുകയാ. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തൊരു സുഖം, ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ഓ കർത്താവ് നിങ്ങളെ വിളിക്കുക. ആ സാന്നിധ്യത്തിലേക്ക് കർത്താവ് നിങ്ങളെ വിളിക്കുക. ആ സാന്നിധ്യത്തിലേക്ക് കർത്താവ് നിങ്ങളെ വിളിക്കുകയാ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും, കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും, കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ കാക്കുമൻ മേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ കാക്കുമൻ അന്നം വരെ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ആരെക്കാളും അധികം നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്ന ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇതാ നിങ്ങളുടെ അടുക്കൽ നിൽപ്പുണ്ട്. ഓ കണ്ണീരെല്ലാം തുടയ്ക്കാൻ, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികൾക്കും പരിഹാരം ഒരിടത്തേ ഉള്ളൂ. ആ കർത്താവ് നിങ്ങളുടെ അടുക്കലുണ്ട്. ആ കർത്താവ് നിങ്ങളുടെ സമീപത്ത് നിൽക്കുന്നുണ്ട്. കാണാൻ കഴിയുന്നുണ്ട് ആ കർത്താവിനെ. ഹൃദയത്തിന്റെ കണ്ണ് തുറന്ന കർത്താവിനെ ഒന്ന് കണ്ടേ, ഹൃദയത്തിന്റെ കണ്ണ് തുറന്ന കർത്താവിനെ ഒന്ന് കണ്ടേ.
പരിശുദ്ധാത്മാവേ, പരിശുദ്ധാവിയേ, ഉമക്ക് ആരാധனை. துணையாளரே, உமக்கு ஆராதனை. பரிசுத்தாவியே, உமக்கு ஆராதனை. துணையாளரே, உமக்கு ஆராதனை. மேகஸ்தம்பமே, உமக்கு ஆராதனை. വഴികാട്ടിയേ ഉമക്ക് ആരാധനേ. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ധരിക്കും. ഇന്ന് പകലൊരു അസാധാരണമായ ശക്തി ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുക. ഒരു ശക്തി ദൈവം അമ്മാവെന്ന് പകൽ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുക. ഒരു വലിയ സമാധാനം ഹൃദയത്തിലേക്ക് ദൈവമാവ് പകരുകയാണ്. ഒരു വലിയ സമാധാനത്തെ ദൈവമാവ് ഹൃദയത്തിലേക്ക് പകരുകയാണ്. ദൈവമാവ് നിങ്ങളോട് സംസാരിച്ചു തുടങ്ങുന്ന ദിവസം കർത്താവിന്റെ ശബ്ദത്തെ കേൾക്കാൻ ഇന്ന് ഹൃദയത്തിനകത്ത് കൊതിയുണ്ടാകട്ടെ. കർത്താവിനോട് പറയാം, കർത്താവ് ഞങ്ങളുടെ ആ ശബ്ദത്തെ കേൾക്കാൻ എനിക്ക് കൊതിയുണ്ട്. ഒരു നിമിഷം കർത്താവിനോടൊന്ന് പറഞ്ഞ്, കർത്താവേ അങ്ങയുടെ ശബ്ദം എനിക്കത് കേൾക്കണം. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്ന മുറിക്കകത്ത് അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കണം. ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ അത് ആഗ്രഹിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. എൻ്റെ പേര് വിളിക്കുന്ന, എന്നോട് സംസാരിക്കുന്ന ശബ്ദം എനിക്കൊന്ന് കേൾക്കാൻ കൊതിയുണ്ട്. കൊച്ചുകുട്ടികളോടും കർത്താവിന് സംസാരിക്കാം, പ്രായമുള്ളവരോട് ദൈവത്തിന് സംസാരിക്കാം. ഓ, എനിക്ക് ആ ശബ്ദം കേൾക്കാൻ കൊതിയുണ്ടെന്ന് പറയുന്നവരാരൊക്കെയുണ്ട്? അധരം തുറന്നൊന്ന് പറഞ്ഞ, കർത്താവേ കൊതിയുണ്ട്, കൊതിയുണ്ട്, എനിക്ക് ആ ശബ്ദം ഒന്ന് കേൾക്കണം. അങ്ങയുടെ ആത്മസാന്നിധ്യം എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് എനിക്കൊന്ന് അനുഭവിക്കണമെന്ന് പറയാൻ താല്പര്യമുള്ളവർ, നിങ്ങൾ അറിയാത്തൊരു ആത്മസാന്നിധ്യം ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കൂടെ കൂടുക. നിങ്ങളുടെ കൈ തൊടുന്ന സകലത്തിലും ഇന്നും നിങ്ങൾ അനുഗ്രഹമായിരിക്കും. പരാജയത്തെ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. പരാജയത്തിൻ്റെ സ്പിരിറ്റിനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ നിരാശയുടെ ആത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്താമോ? വരവേണ്ടും ദേവ ആവിയേ, എങ്കൾ മത്തിയിലേ വരവേണ്ടും ദേവ ആവിയേ, എങ്കൾ ഉള്ളത്തിലേ. ഒന്ന് പറഞ്ഞ, യേശുവേ ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് എടുത്തു വന്നാട്ട് ആ യേശുവിൻ്റെ രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ എന്നൊന്ന് പറഞ്ഞ്, എന്നെ ശുദ്ധീകരിച്ച് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കണമെന്നൊന്ന് പറഞ്ഞ്, എന്നെ ഒരു പുതിയ വ്യക്തിയാക്കണമെന്ന് പറഞ്ഞ്